പ്രിയ സഹോദരി സഹോദരന്മാരെ, തെറ്റായ ചില പ്രചരണങ്ങൾ അമ്പലപ്പുഴ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ശ്രീ ജി സുധാകരൻ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വസ്തുത അമ്പലപ്പുഴ മണ്ഡലത്തിലെ ചില സഖാക്കൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. പ്രധാനമായും അത് ആലപ്പുഴ ജില്ലയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ടൗണിൽ പ്രവർത്തിച്ചിരുന്ന വളരെ വളരെ പരിമിതമായ സൗകര്യം മാത്രം ഉണ്ടായിരുന്ന, അന്നത്തെ കാലത്തെ കുട്ടികൾ പഠിക്കാൻ പോകാൻ താല്പര്യം കാണിക്കാതിരുന്ന ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വണ്ടാനത്തേക്ക് മാറ്റിയത് 2006-2011 വരെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട സഖാവ് VS മുഖ്യമന്ത്രിയായിരുന്ന ഗവൺമെന്റിന്റെ കാലത്താണ്. അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു ഞാൻ. നീണ്ട 2-2.5 വർഷക്കാലത്തെ വളരെ നിരന്തരമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ടൗണിൽ പ്രവർത്തിച്ചിരുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ എല്ലാ സംവിധാനങ്ങളും 10 കിലോമീറ്റർ തെക്കോട്ടുള്ള വണ്ടാനത്തേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചത്. ഇത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമായിരുന്നു. കാരണം ഒരു 46 വർഷത്തിലേറെ കാലം ഈ വണ്ടാനത്തേക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജ് മാറ്റണം എന്നുള്ള നിലയിൽ അവിടെ സ്ഥലമെടുത്ത് അതിനുള്ള ചില പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നുവെങ്കിൽ പോലും മാറി മാറി വന്ന ഒരു സർക്കാരിനും അത് സാധിച്ചില്ല. ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയും വിസ്തൃതമായ 100 കണക്കിന് ഏക്കർ ഭൂമിയുള്ള ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വികസനം സാധ്യമാവണം, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അവിടെ പ്രവർത്തിക്കണം, സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യമടക്കം അവിടെ ഉണ്ടാവണം എന്നുള്ള നിലക്കാണ് ഞങ്ങളന്ന് ചർച്ച ചെയ്തത്. അന്ന് ആരോഗ്യവകുപ്പിന്റെ സെക്രട്ടറി പ്രിയങ്കരിയായിട്ടുള്ള ഡോക്ടർ ഉഷ ടൈറ്റസ് ആയിരുന്നു. ഞാനും ഡോക്ടർ ഉഷ ടൈറ്റസും കൂടി ചേർന്ന് നിരവധി തവണ ആലപ്പുഴയിൽ നേരിട്ട് പോയി മെഡിക്കൽ കോളേജിൽ യോഗം ചേർന്നു. ഇതിൻ്റെ ഓരോ തീരുമാനങ്ങൾ ഓരോന്നോരോന്നായി എടുത്തു. പക്ഷെ 2 കാര്യം ഇവിടെ പറയേണ്ടതുണ്ട്. ഒന്ന്, ഈ തീരുമാനം ആലപ്പുഴ ടൗണിൽ നിന്ന് ഇന്ന് ജനറൽ ആശുപത്രി പ്രവർത്തിക്കുന്ന ആ സ്ഥലത്തുള്ള വളരെ പരിമിതമായ സൗകര്യം മാത്രം ഉണ്ടായിരുന്ന ആ മെഡിക്കൽ കോളേജ് വണ്ടാനത്തേക്ക് മാറ്റുന്നതിന് അന്ന് അവിടെ ആലപ്പുഴ MLA ആയിരുന്ന ശ്രീ KC വേണുഗോപാൽ, ആലപ്പുഴ MP ആയിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്ന KC വേണുഗോപാലിന് അശേഷം താല്പര്യമുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് വണ്ടാനത്തേക്ക് കൊണ്ടുവരുന്നതിന് ഏറ്റവും അധികം സഹായിച്ചതെന്ന് അന്നത്തെ PWD മിനിസ്റ്റർ കൂടിയായിരുന്ന സ്ഥലം MLA വണ്ടാനം അമ്പലപ്പുഴ മണ്ഡലം ത്തിൻ്റെ MLA ആയിരുന്ന മന്ത്രിയായിരുന്ന ജി സുധാകരനായിരുന്നു. ഈ 2 വസ്തുതകളുണ്ട്. പക്ഷേ PWD മിനിസ്റ്റർ ആയിരുന്ന ശ്രീ ജി സുധാകരനെ എങ്ങനെയാണ് ഈ മെഡിക്കൽ കോളേജ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനാണ് മാറ്റിയത് എന്ന് പറയാൻ സാധിക്കുക? അതെനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. കാരണം ആരോഗ്യവകുപ്പിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ആരോഗ്യവകുപ്പും സെക്രട്ടറിയും മന്ത്രിയും ഒക്കെയാണ്. ആ തീരുമാനം ഇച്ഛാശക്തിയോടുകൂടി എടുത്ത് നടപ്പിലാക്കാൻ എന്ന് സാധിച്ചു. അത് ഗവൺമെന്റിന്റെ സമീപനവും നയവുമായിരുന്നു. അത് ആരോഗ്യവകുപ്പാണ് ചെയ്തത്. ഞാൻ അതിന്റെ ക്രെഡിറ്റ് എടുക്കുക എന്നുള്ള നിലക്കല്ല, മറിച്ച് ആരോഗ്യവകുപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യം PWD വകുപ്പ് ഞങ്ങൾ താനാണ് ചെയ്തത്. MLA ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. മറ്റ് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നത് പോലെയല്ല. ഇത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്ന വളരെ വളരെ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറയാം. OP മാറ്റുക, IP പേഷ്യൻസിനെ മാറ്റുക, അതിനുശേഷം ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുള്ള രോഗികളെ മാറ്റുക, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇത്രാം തീയതിക്കുള്ളിൽ ഇനി മാറ്റിയിരിക്കണം എന്നുള്ളതിൽ ഒരു കൊല്ലക്കാലം എല്ലാം ബിൽഡിങ്ങും പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം, എല്ലാ തിയേറ്ററും പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം അവിടത്തേക്ക് രോഗികളെ മാറ്റാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു വലിയ ശ്രമം ഉണ്ടായിരുന്നു. ആ ശ്രമം ഞങ്ങൾക്ക് ആരോഗ്യവകുപ്പിന് മാത്രമേ അറിയൂ, ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കും ജീവനക്കാർക്കും മാത്രമേ അറിയൂ. എന്നിട്ടും അവിടെ ആലപ്പുഴ ടൗണിൽ നിന്ന് മാറ്റുന്നതിനെ സംബന്ധിച്ച് അന്നത്തെ ജനപ്രതിനിധിയായ KC വേണുഗോപാലിനും ചില ഡോക്ടർമാർക്കും തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അവർ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. ആ സന്ദർഭത്തിലാണ് അവരൊരു പുതിയ ഒരു ആശയം ഇങ്ങോട്ട് വെച്ചത്. ഇവിടെ ഈ മെഡിക്കൽ കോളേജ് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ വരുന്ന രോഗികൾ എന്ത് ചെയ്യും? ടൗണിൽ ഒരു ആശുപത്രി ഇല്ലാതായി പോകുമല്ലോ. അതിനും അന്നത്തെ ഗവൺമെന്റ് വഴി കണ്ടെത്തി. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രവർത്തിച്ചിരുന്ന ആ
കെട്ടിടത്തിൽ അതിന് റിനോവേഷൻ നടത്തി എല്ലാം മനോഹരമാക്കി അവിടെ നമുക്ക് പുതിയ തസ്തികയും സൃഷ്ടിച്ച് ഡോക്ടർമാരെയും നഴ്സുമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും നിശ്ചയിച്ച് പുതിയ ഒരു ജനറൽ ആശുപത്രി, കേരളത്തിൽ ഒരു പുതിയ ജനറൽ ആശുപത്രി അധികമായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജ് ഭണ്ഡാരത്തേക്ക് മാറ്റുമ്പോൾ ആ പ്രദേശത്തുള്ള രോഗികൾ സഫർ ചെയ്യരുത് എന്ന് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അവിടെ പുതിയ ജനറൽ ആശുപത്രിയും സംവിധാനവും ഒരുക്കിയത്. അങ്ങനെ ഒരേ സമയത്ത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞതുപോലെ ആളുകൾക്ക് കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രി വന്നു, ഇപ്പുറത്ത് ഒരു ജനറൽ ആശുപത്രിയും വന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രി ഭണ്ഡാരത്തേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് തന്നെയാണ് അവിടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റും കാർഡിയോ തൊറാസിക് സർജറിയും, ആദ്യത്തെ കാർഡിയോ തൊറാസിക് സർജറി അവിടെ ചെയ്തപ്പോൾ എന്നെ അവിടുത്തെ ഡോക്ടർമാർ വിളിച്ചു. 2011 അവസാനം, ഞാൻ ഇന്നും ഓർക്കുന്നു. 2011 കാലത്ത് ആകുമ്പോഴത്തേക്ക് കാർഡിയോ തൊറാസിക് സർജറി വരെ ചെയ്യേണ്ടുന്ന സ്ഥിതിയിലേക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജ് എത്തി. അവിടെയാണ് BSc നഴ്സിംഗ് കോളേജ്, MSc നഴ്സിംഗ് കോളേജ് മുതലായവ എല്ലാം ഉണ്ടെന്ന്. അതിനുശേഷം പിന്നെ 5 കൊല്ലം ഒന്നും ചെയ്തില്ല. എന്നാൽ പിന്നീട് 2016 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് പിണറായി സർക്കാർ, ശൈലജ ടീച്ചറാണ് ഏറ്റവും നല്ല ബിൽഡിങ്ങുകളെടുത്ത് കൂടുതൽ സൗകര്യങ്ങളോടുകൂടി കൂടുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഉണ്ടാക്കിയത്, കൂടുതൽ PG കോഴ്സ് തുടങ്ങിയത്. അതിനുശേഷം വന്നിട്ടുള്ള 2021 മുതൽ 26 വരെയുള്ള പിണറായി സർക്കാരിന്റെ കാലത്ത് ശ്രീമതി വീണ ജോർജാണ് പുതിയ ഏറ്റവും കൂടുതൽ ആധുനിക സംവിധാനങ്ങളോടുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംവിധാനം ഇതെല്ലാം കൊണ്ടുവന്നത്. ഇന്നിപ്പോ ആലപ്പുഴയിലെ വണ്ടാനത്ത് പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജ് കോഴിക്കോട്, കോട്ടയം, തിരുവനന്തപുരം പോലുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രികളോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള സൗകര്യമുള്ള ആശുപത്രിയാണ്. ഒരിക്കൽ നമ്മുടെ പ്രഗത്ഭനായ ഡോക്ടർ ഇക്ബാൽ, ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ഇക്ബാൽ പറയുകയുണ്ടായി, അദ്ദേഹത്തിന് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു. ഞാൻ ഉള്ള സമയത്ത് തന്നെയാണ്, 2011 കാലത്താണ്. പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു. എവിടെ പോകുന്നില്ലെങ്കിൽ കോട്ടയത്തേക്കാണ് പോകേണ്ടത്, അവിടെയാണ് സൗകര്യങ്ങളുള്ളത്. പക്ഷെ കോട്ടയത്തേക്ക് പോകാൻ അത്രയും ദൂരത്തിലേക്ക് സാധ്യമല്ല. പെട്ടെന്ന് ആലപ്പുഴയിലേക്ക് വരാനും അവിടെ എല്ലാ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് അദ്ദേഹം ഒരിക്കൽ ഒരു ലേഖനത്തിൽ എഴുതുകയുണ്ടായി. അതായത് ആലപ്പുഴയിലെ വണ്ടാനത്തേക്ക് മെഡിക്കൽ കോളേജ് മാറ്റാൻ ഇടയായിട്ടുള്ളത് അത് LDFന്റെയും അന്നത്തെ ഗവൺമെന്റിന്റെയും ഉറച്ച സമീപനമായിരുന്നു. അത് നടപ്പിലാക്കുന്നതിൽ ആരോഗ്യവകുപ്പ് എന്നുള്ള നിലയിൽ, അതിന്റെ മന്ത്രി എന്നുള്ള നിലയിൽ ഞാനും ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഉഷാ ടൈച്ചസുമാണ് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത്. അത് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ മുഖ്യമന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട VS അച്യുതാനന്ദനായിരുന്നു. തെറ്റിദ്ധാരണ പരത്തുന്ന വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ചെയ്തു എന്ന് പറയുന്നത് അറിയല്ല നല്ലത്. മറിച്ച് ചെയ്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നതിൽ ആർക്കും തടസ്സമില്ല. പക്ഷേ മറ്റുള്ളവർ ചെയ്തത് താൻ ചെയ്തു എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങുന്നത് അത്ര ഒരു ശരിയായിട്ടുള്ള രീതിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. G. സുധാകരൻ പരാജയ ഭീതി കൊണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെന്നാണ് കേട്ടത്. ഒട്ടും ശരിയല്ലാത്ത ഒരു സമീപനമാണ് G. സുധാകരനെ പോലുള്ള ഒരു വ്യക്തി സ്വീകരിക്കുന്നത്. അവിടുത്തെ ഇടതുപക്ഷത്തെ തകർക്കാൻ ഇത്തരത്തിലുള്ള കല്ലുവെച്ച നുണകൾ ഇനിയും തട്ടിവിടുന്നത് അത് അവസാനിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്കിതിനെ സംബന്ധിച്ച് പറയാനുള്ളത്.